നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ പറയട്ടെ, വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകണേ. തലസ്ഥാനത്ത് ഇലക്ട്രിക് ബസ്സുകൾ 10 രൂപ നിരക്കിൽ ആരംഭിച്ചത് വൻ ഹിറ്റായ ഒന്നായിരുന്നു. കാർബൺ രഹിത നഗരം എന്ന ആശയത്തിലേക്ക് ഈ ബസ്സുകൾ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. സർവീസ് തുടങ്ങി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടമായി ഇതിലെത്തി തുടങ്ങി. ദിവസം 60,000 മുതൽ 70,000 വരെ യാത്രക്കാർ ശരാശരി ഇലക്ട്രിക് ബസ്സുകളിൽ ദിവസവും യാത്ര ചെയ്തു വരികയായിരുന്നു. അറ്റകുറ്റപ്പണികൾ കുറവുള്ളതും എപ്പോഴും ലഭ്യമാണെന്നുള്ളതും വേഗതയും സമയക്രമവും പാലിക്കപ്പെടുന്നതും ഇലക്ട്രിക് ബസ്സുകളെ കൂടുതൽ ജനകീയമാക്കി. നഗരത്തിലെ സ്കൂൾ, കോളേജ്, ഓഫീസ് ജീവനക്കാർക്ക് ഉൾപ്പെടെ വലിയൊരു ആശ്വാസമായി മാറിയതാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ. നഗരത്തിലെ യാത്ര സുഗമമാക്കാനാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത്. സ്മാർട്ട് സിറ്റിയും നഗരസഭയും KSRTC സ്വിഫ്റ്റും ചേർന്നുള്ള ത്രികക്ഷി കരാറും നിലവിൽ വന്നു. എന്നാൽ പുതിയ ഗതാഗത മന്ത്രി വന്നതോടെ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ശനിദശ തുടങ്ങി. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്നായിരുന്നു വന്നയുടനെ ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന. എതിർപ്പുയർന്നപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. അടുത്തത് മിനിമം 10 രൂപ എന്നതും എടുത്തു മാറ്റി. എങ്കിലും ഇലക്ട്രിക് ബസ്സുകളുടെ ജനപ്രിയതയ്ക്ക് ഒട്ടും കുറവ് വന്നില്ല. എന്നാൽ ഇപ്പോൾ കരാർ ലംഘിച്ച് ഇലക്ട്രിക് ബസ്സുകൾ കൊല്ലത്തേക്കും കോട്ടയത്തേക്കും സർവീസ് തുടങ്ങിയതോടെ നഗരസഭ ഉണർന്നു. നഗരസഭയും മേയറും ഇതിനെതിരെ പ്രസ്താവനയും മന്ത്രിക്ക് പരാതിയും നൽകി. ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മേയർ മന്ത്രി MB രാജേഷിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ ഇലക്ട്രിക് ബസ്സുമായി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ ഇതാണ്: 1. നഗരയാത്രയ്ക്കുള്ള ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിന് പുറത്ത് ഓടിക്കരുത്. 2. റൂട്ട് നിശ്ചയിക്കുന്നത് നഗരസഭയുടെ തീരുമാനത്തിലായിരിക്കണം. 3. നിരക്ക് വർദ്ധിപ്പിക്കാനും നഗരസഭയുടെ അനുമതി വേണം. 4. റവന്യൂ വരുമാനത്തിന്റെ 50% നഗരസഭയ്ക്ക് നൽകണം. ഈ കരാറുകളെല്ലാം ലംഘിക്കപ്പെടുകയും ഇതുവരെ KSRTC 1 രൂപ പോലും വരുമാനത്തിൽ നിന്നും നഗരസഭയ്ക്ക് നൽകിയതുമില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള ബസ്സുകളിൽ GPS ഉള്ളതിനാൽ ബസ്സുകളുടെ വിവരങ്ങൾ നഗരസഭയിലെ ഇപ്പോൾ തയ്യാറാക്കിയ ഇന്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ കേന്ദ്രത്തിൽ നിന്നും അറിയുവാൻ കഴിയും. ഇതിൽ പരിശോധിച്ചപ്പോഴാണ് നിരവധി ഇലക്ട്രിക് ബസ്സുകളെ ജില്ല കടത്തിയതായി നഗരസഭ തിരിച്ചറിഞ്ഞത്. ഇതോടെ ബസ്സുകളുടെ റൂട്ട് നിരീക്ഷണം ശക്തമാക്കുവാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. 20 ബസ്സുകളിലധികം ഇപ്പോൾ കൊല്ലത്തേക്ക് സർവീസ് നടത്തുകയാണ്. കൊല്ലം പാതയിൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് നല്ല വരുമാനം കിട്ടിയെന്നാണ് KSRTCക്ക് കിട്ടിയ റിപ്പോർട്ട്. തിരുവനന്തപുരം സിറ്റി സർവീസുകളെ വിജയിപ്പിച്ച ഉദ്യോഗസ്ഥനെ പുതിയ മന്ത്രി വന്നതോടെ മാറ്റിയിരുന്നു. ഇപ്പോൾ KSRTC അധികൃതർക്ക് സിറ്റി സർവീസിനോട് പഴയ താല്പര്യമില്ല എന്നതും പരസ്യമായ ഒരു രഹസ്യമാണ്. നഗരസഭ തന്നെ നേരിട്ട് സിറ്റി സർവീസ് ഏറ്റെടുത്ത് നടത്തണം എന്ന ആവശ്യം സോഷ്യൽ മീഡിയയിലും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ജില്ല കടന്നുള്ള ഓട്ടം വിവാദമായതോടെ ഇപ്പോൾ അത് നിർത്തിയെന്ന് പറയുന്നു. 500ഓളം ബസ്സുകളുടെ GPS ഇപ്പോൾ നഗരസഭയിലെ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നുണ്ട്. നഗരത്തിൽ ഓടുന്നതിൽ 50 ഇലക്ട്രിക് ബസ്സുകൾ KSRTC സ്വന്തം നിലയിൽ വാങ്ങിയതാണ്. 7 വർഷം വരെ അറ്റകുറ്റപ്പണികളുടെ ചിലവും അവർക്കാണ്. 7 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ചെലവ് കൂടി കണക്കാക്കി വരുമാന വിഹിതം നൽകാമെന്നാണ് KSRTCയുടെ ഇപ്പോഴത്തെ നിലപാട്. വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്നാണ് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ കൊല്ലത്തേക്ക് സർവീസ് നടത്തിയത്. നേരത്തെ KSRTCയുടെ പരമ്പരാഗത റൂട്ടുകൾക്ക് പകരം നഗരത്തിലെ ആവശ്യങ്ങളെപ്പറ്റി ശാസ്ത്രീയ പഠനം നടത്തിയാണ് ഇലക്ട്രിക് ബസ്സുകളുടെ സിറ്റി സർക്കുലർ സർവീസുകൾ അന്ന് തയ്യാറാക്കിയത്. എന്നാൽ മന്ത്രി മാറ്റത്തിന് ശേഷം ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് പറഞ്ഞ് സിറ്റി സർക്കുലർ സർവീസുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചു. KSRTC നേരിട്ട് വാങ്ങിയ 50 ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ 163 ബസ്സുകളാണ് നിരത്തിലോടുന്നത്. നേരത്തെ 5 കിലോമീറ്ററിന് 5 രൂപ ടിക്കറ്റ് എന്ന പദ്ധതിയെപ്പറ്റി ആശയമുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടപ്പിലായതുമില്ല. ഇപ്പോൾ പരമാവധി കൂടിയ നിരക്ക് വാങ്ങി ടിക്കറ്റ് വരുമാനം കൂട്ടിക്കാണിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഈ ഒരു വിഷയത്തിൽ നഗരസഭ കാണിച്ച തൻ്റെയിടത്തെ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തലസ്ഥാനത്തെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.